ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാവുകയും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് വരികയും ചെയ്താൽ നിങ്ങളൊരു തീവ്രവാദിയായി മാറും. ജോലി നഷ്ടമായാലും നിങ്ങൾക്ക് പോകാൻ ഒരു നാടുണ്ട്, നിങ്ങളെ കാത്തിരിക്കാൻ അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് പോകാൻ ഒരിടവുമില്ല. ഒരു കല്ലിന് പകരം 100 മിസൈലുകൾ അവരുടെ നേരെ വരുന്നു. അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് ആ രീതിയിലെങ്കിലും അവർക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അവരുടെ ബാബയും മാമയൊക്കെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് വളർന്നു വന്നവരാണ് അവർ. മലയാളികളുടെ മനസ്സ് കൂടുതൽ ഇടുങ്ങിപ്പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. കലയുടേതായ ഒരു സംസ്കാരമുള്ള മനുഷ്യർ നമ്മളുടെ ഭാഷയെ പേടിച്ചിട്ട് അവർ ഒതുങ്ങിക്കൊടുവാണ്. അവരുടെ നാടെന്ന് പറഞ്ഞ കാടാണ്. ആ മനുഷ്യർ ഇപ്പോഴും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് എഴുതാൻ നമ്മൾക്ക് സത്യത്തിൽ അവകാശമില്ല എന്ന് പറയാം. ഇത് എഴുതുമ്പം എനിക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതായത് ഒരു വേട്ടക്കാരൻ നിന്ന് ഇരയുടെ കഥ പറയുന്ന പോലെയാണ് അപ്പോൾ ആ നോവലിൽ വരുന്നത്. ഞാൻ കണ്ട വയനാട് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച വയനാട് ആദിമവാസി ജനവിഭാഗത്തിൻ്റെ ജീവിതവുമായിട്ട് ഒന്നു ചേർന്നാണ് കിടക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റാൻ സാധിക്കില്ല. കാരണം അവരുടെ അധ്വാനം കൊണ്ടാണ് ഇന്ന് കാണുന്ന വയനാട് അതുപോലെ ഉണ്ടായി വന്നത്. ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോടാണ്. അവരുടെ ജീവിതമാണത്, അതൊരു കഥയോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചു. കഥകൾ എന്നെ ഉല്ലാസവാനാക്കി. എന്തെന്നാൽ ഞാൻ വായിച്ച കഥകളിലെ കുട്ടികളാരും ഞങ്ങളെപ്പോലെയല്ലായിരുന്നു. അവരാരും ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി മണിക്കൂറുകൾ വരി നിന്നിട്ടേയില്ല. അവരാരും ദാഹമകറ്റുന്നതിനായി വിസർജ്യം തള്ളുന്ന അരുവിയിൽ നിന്നും കലങ്ങിയ വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല. സഹൽ അൽഫാദി എന്ന ഒരു കുട്ടിയുടെ മനോവിചാരങ്ങളിലൂടെ ഒരു വലിയ രാഷ്ട്രീയ സത്യത്തെ തന്നെ തൻ്റെ വായനക്കാരിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ഷീല ടോമാണ് വാക്കിൽ കല്യാണി രാഗമോ ഷീവല്ലി എന്ന സെഷനിൽ നമ്മുടെ അതിഥിയെ എത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. സെഷൻ്റെ പേര് പറയുന്ന പോലെ തന്നെ വല്ലിയിൽ നിന്നുമാണ് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമെങ്കിൽ പോലും ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൊണ്ടായിരുന്നു. ഒരു അധ്യാപിക കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ ആ അധ്യാപന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോടും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര സഹനപരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒത്തിരി കുട്ടികൾ ലോകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ മാം ഒരു റൂത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ഇസ്രയേലിലെയും മറ്റും രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിവരിക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെയും കൂടി, വേദനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻട്രോയുടെ ഒരു കാര്യം പോലെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരുന്നു. വല്ലിയിലേക്ക് വരികയാണെങ്കിൽ, വല്ലി എന്ന് പറയുന്ന പേരിന് പോലും വയനാടുമായി ബന്ധപ്പെട്ട് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ വയനാടിൻ്റെ ഒരു ചരിത്രവും കഥാപശ്ചാത്തലങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒത്തിരി കൃതികൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പി വത്സലയുടെ നെല്ല് എന്ന് പറയുന്ന കൃതി, എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യക എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം വല്ലിക്കൊരു പ്രത്യേക ഒരു സ്ഥാനം തന്നെയുണ്ട്. അതിൻ്റെ കാരണം വല്ലിയുടെ ഭാഷ തന്നെയാണ്. ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി തന്നെ വല്ലിക്കുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു മാം വല്ലി എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺസെപ്റ്റിലേക്ക് മാം വരുന്നത്? ആദ്യം തന്നെ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിനും അതിനെക്കുറിച്ച് ചിന്തിച്ചിങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നതിനും ഞാൻ നന്ദി പറയാണ്. വല്ലിയായിരുന്നു എൻ്റെ ആദ്യത്തെ നോവല്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ തന്നെ അക്ഷരങ്ങളോട് സ്നേഹമുള്ള, പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പം എഴുത്ത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കവിതാരചന, കഥാരചന എന്നൊക്കെ പറഞ്ഞ മത്സരങ്ങളുണ്ടാവുമല്ലോ, അതിലൊക്കെ പോകുമായിരുന്നു. അപ്പം അധ്യാപകർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിനുശേഷം കോളേജ് മാഗസിനിലൊക്കെ എഴുതി. അതൊക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടി ഗൾഫിലേക്ക് പോയി. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴും പുസ്തകങ്ങളോടുള്ള ഒരു അടുപ്പം അപ്പോഴും സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. വായന എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചില പത്രങ്ങളുടെ ഇതുണ്ടല്ലോ, വീക്കെൻഡിലൊക്കെ എഴുതുമായിരുന്നു. ആർട്ടിക്കിൾസ് എഴുതും, ചെറിയ കഥകൾ, കവിതകളൊക്കെ എഴുതി ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ചാച്ചൻ പറഞ്ഞു, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നിനക്കൊന്ന് എഴുതിക്കൂടെ എന്ന് ചോദിക്കും. എൻ്റെ ചാച്ചൻ അധ്യാപകനായിരുന്നു. എൻ്റെ നാട് വയനാട് മാനന്തവാടിയാണ്. മാനന്തവാടിയിലെ പയ്യമ്പള്ളി എന്ന് പറയുന്ന ഗ്രാമമാണ്. വല്ലി എന്ന നോവലിൽ പറഞ്ഞിരിക്കുന്ന കല്ലുവയൽ, അത് ശരിക്കും ഞാൻ ജനിച്ചു വളർന്ന ഒരു പ്രദേശം തന്നെയാണ് അതിൽ വല്ലിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ചാച്ചൻ എപ്പോഴും പുസ്തകം വായിക്കാനും എഴുതാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ചാച്ചൻ 2015 ഞങ്ങളെ
വിട്ടുപിരിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ചാച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ നിന്ന് 2015 ഞാൻ വല്ലി എന്ന് പറയുന്ന നോവലിന് തുടക്കം കുറിച്ച്. അന്ന് വല്ലി എന്നൊന്നും പേരിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകളെക്കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ചാച്ചൻ്റെ മുഖം മനസ്സിൽ വന്നുകൊണ്ടായിരിക്കണം ഒരു മുത്തച്ഛനെ തേടി വരുന്ന ഒരു കുട്ടിയുടെ കഥ ആദ്യം ഒരു 1.5 പേജിൽ ഞാൻ എഴുതി വെച്ചു. ഒരു അമ്മയുടെ സ്ഥലം കാണാനെത്തുന്ന ഒരു മകൾ, അവൾ മുത്തച്ഛനെ കാണുന്നു. അവരുടെ വീട്ടിൽ വെച്ചിട്ട് അമ്മ പണ്ട് എഴുതി വെച്ചിരുന്ന ഒരു ഡയറിയിലൂടെ ആ നാടിനെ അറിയാൻ ശ്രമിക്കുന്നു. അത്രയൊക്കെയായിരുന്നു ആ കഥയിലെ 1.5 പേജ് പ്ലോട്ടിൽ. വളരെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ അറിയാത്തയിടത്തു നിന്നെല്ലാം ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക്, നമ്മൾ എഴുതുന്ന അക്ഷരങ്ങളിലേക്ക് വന്ന് ചേരുമായിരുന്നു. അപ്പം അതിന് ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്ന എൻ്റെ നാടിനോട് തന്നെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടാണ്. കാരണം അവർ തന്നതല്ലാതെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒന്നുമില്ല അതിൽ. കാരണം ഒരു വലിയൊരു വയനാടിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ കല്ലുവേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ആ ഭൂമിക അടയാളപ്പെടുത്തുന്ന നോവലോ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം, ഒരു 70കൾക്ക് ശേഷമുള്ള ജീവിതം ഒക്കെയാണ് അതിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം നേരത്തെ ആതിര പറഞ്ഞ പോലെ ഞാൻ വയനാടിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ കൺഫ്യൂഷൻ ഇതായിരുന്നു. പി വത്സല ടീച്ചറുടെ നെല്ലുണ്ട്, വിഷകന്യകയുണ്ട് എസ്.കെ. പൊറ്റക്കാടിൻ്റെ, പിന്നെ അതുപോലെ ഒരുപാട് ക്ലാസിക്കായിട്ടുള്ള പുസ്തകങ്ങളുള്ളപ്പം നമ്മുടെ KJ ബേബി ചേട്ടൻ്റെ മാവേലി മന്ത്രം, ബസ്ഫുർഖാന പോലെയുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഉള്ള സമയത്ത് ഞാനിനി എന്താണ് വയനാടിനെക്കുറിച്ച് എഴുതാൻ എന്നുള്ള ഒരു ചിന്ത ആദ്യം ഉണ്ടായി എനിക്ക്. പക്ഷേ നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ വത്സല ടീച്ചറൊക്കെ 70കളിൽ നിർത്തി. 1969 തോന്നുന്നു നെല്ല് പുറത്തിറങ്ങിയത്. അതിനുശേഷം 70-ന് ശേഷം ഞാൻ കണ്ട വയനാട്, ആ വയനാട്ടിൽ എന്തെല്ലാം പരിവർത്തനങ്ങളുണ്ട്. വത്സല ടീച്ചർ കണ്ട ദേശമല്ല ഞാൻ കണ്ടിരിക്കുന്നത്. വത്സല ടീച്ചർ വയനാടിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി കോഴിക്കോടുകാരിയായ വത്സല ടീച്ചർ ചുരം കയറി അവിടെ എത്തി അവിടെ താമസിച്ച് എഴുതുമായിരുന്നു. പക്ഷേ ഞാൻ കണ്ട വയനാട് എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച വയനാട്, ഞാൻ കഥകളിലൂടെ കേട്ടറിഞ്ഞ വയനാട്. ഇപ്പം നേരത്തെ ഒരു 1930കളിലൊക്കെ വയനാട്ടിലേക്ക് കുടിയേറിപ്പോയ ഒരു കുടുംബത്തിലെ ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ഇവരുടെ കുടിയേറ്റത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുന്നത്. പിന്നെ ഒരു കാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ദാസനക്കര കല്ലുവയൽ എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിലെ വലിയിലെ സൂസൻ്റെ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ജനിച്ച വീട് തന്നെയാണ്. അപ്പോൾ ഒരു വശത്ത് പുഴ ഒഴുകുന്നു, പിന്നെ മുമ്പിലൊരു പാടം, ആ പാടം ചെന്ന് മുട്ടുന്നത് കാട്ടിൽ. അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ കാടിൻ്റെ സംഗീതം കേട്ട് വളരുക എന്നൊക്കെ പറയില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ ഈ കാടിൻ്റെയും പുഴയുടെയും ശബ്ദമായിരുന്നു. നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോവാതെ കിടക്കുന്നു പറയില്ലേ, അതുപോലെ ഒരു വെള്ളക്കടലാസിൽ പതിഞ്ഞതുപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കാടും പുഴയും പാടവും, പിന്നെ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം, അതുപോലെ വയനാട്ടിനെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് അവിടുത്തെ ആദിമവാസികളായ മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളൊക്കെ അവിടെ കുടിയേറി ചെല്ലുന്നതിന് മുമ്പ് അവിടെ കുറേ ഭൂപ്രഭുക്കളുണ്ടായിരുന്നു, ജന്മിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്നത് ഈ ആദിവാസി സഹോദരങ്ങളാണ്. പക്ഷേ അവർക്ക് ഞങ്ങളുടെ കാലത്ത് വന്നപ്പം ഞങ്ങളുടെ തോട്ടത്തിൽ പണിയെടുക്കാനും ഞങ്ങളുടെ പാടത്ത് പണിയെടുക്കാനും വേണ്ടി അവർ ഞങ്ങളെപ്പോലെ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ മക്കൾ എന്താ പറയുക, നമ്മുടെ കാലികളെ മേച്ച് നടക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാപ്പിക്കുരു വീഴുന്നത് പെറുക്കിയെടുക്കാൻ നടക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫിലൂടെ അവർ കടന്നു പോകുന്നതൊക്കെ ചെറുപ്പത്തിൽ തന്നെ കാണുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ നമുക്ക് ചിന്തിക്കുന്ന ആരുടെയും മനസ്സിലുണ്ടാവുമല്ലോ, ഇവർക്കും നമ്മളെപ്പോലെ പഠിക്കേണ്ട കുട്ടികളല്ലേ, എന്തുകൊണ്ട് നമ്മുടെ കൂടെ അവരെ വിദ്യാലയത്തിലേക്ക് അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ അകറ്റി നിർത്തിയിരിക്കുന്ന, സ്കൂളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയാണ്. അപ്പോൾ വലിയുടെ സമർപ്പണത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ലിപിയില്ലാത്ത ഭാഷയ്ക്കായി. അപ്പോൾ ഈ വയനാടിൻ്റെ ഈ കാടും പ്രകൃതിയും അവിടുത്തെ കുടിയേറ്റ കർഷകരുടെ ജീവിതവും ഈ ആദിമവാസി ജനവിഭാഗത്തിൻ്റെ ജീവിതവുമായിട്ട് ഒന്നു ചേർന്നാണ് കിടക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പറിച്ചു മാറ്റാൻ സാധിക്കില്ല. കാരണം അവരുടെ അധ്വാനം കൊണ്ടാണ് ഇന്ന് കാണുന്ന വയനാട് അതുപോലെ ഉണ്ടായി വന്നത്. അപ്പം അന്ന് നമ്മുടെ ഭാഷ അവരെ വിദ്യാലയങ്ങളിൽ നികത്തി. കാരണം നമുക്ക് തീരെ പരിചയമില്ലാത്ത
ഒരു പരിസരത്ത് അങ്ങനെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പം അവരുടെ ഉള്ളിൽ തന്നെ ഒരു അധമ ബോധം ഉണ്ടാവുകയാണ്. ശരിക്കും അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിൽ വലിയ പറഞ്ഞിരിക്കുന്ന പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചാണ്. ഞങ്ങളുടെ ചുറ്റും പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ചെറിയ ചെറിയ എന്താ ഒരു പാടികൾ എന്ന് പറയാം. അതാണ് ആ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ കാക്കപ്പുല എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ആചാരമുണ്ട്. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു കാക്കപ്പുല, പിന്നെ ദൈവം കാണൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആചാരങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ അവർ പാടുന്ന പാട്ടുകൾ, പിന്നെ അവരുടെ ആ തുടികൊട്ടുണ്ട്. അപ്പം എന്ത് ഭംഗിയായിട്ടെന്നാണ് ആ തുടികൊട്ടിൻ്റെ ആ സംഗീതത്തിൻ്റെ താളവും എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ താളവും ഈ പാട്ടുകളും ഇത്രയും നല്ല എന്താ പറയുക ഒരു എന്താ പറയുക കലയുടേതായ ഒരു സംസ്കാരമുള്ള മനുഷ്യർ നമ്മളുടെ ഭാഷയെ പേടിച്ചിട്ട് അവർ ഒതുങ്ങിക്കൂടുവാണ്. അപ്പം KJ ബേബി ചേട്ടനൊക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കനവ് എന്ന് പറഞ്ഞ സ്കൂള് അവരുടെ ഭാഷയിൽ പഠിപ്പിച്ച്, എന്നാൽ പിന്നീട് സമൂഹത്തോട് നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ വളർന്നോളും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. അപ്പം അങ്ങനെയൊരു സ്കൂളാണ് അതിൽ കാടോരം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളൊക്കെ സൃഷ്ടിച്ചു വെച്ചത്. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരെയെല്ലാം കോർത്തിണക്കാൻ വേണ്ടി ഒരു കുടുംബത്തിൻ്റെ ഒരു 4 തലമുറയുടെ കഥ പറയുന്ന ഒരു നോവലായിട്ടാണ് വല്ലി എഴുതിയത്. വല്ലിയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ വയനാടിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ ചെറിയൊരു കേരളം തന്നെ കാണാൻ സാധിക്കും അല്ലെ. മധ്യ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ കൃഷിക്ക് വേണ്ടിയിട്ട് കുടിയേറി പാർത്ത സ്ഥലങ്ങളിലൊന്നാണ് വയനാട് എന്ന് പറയുന്നത്. ഇപ്പോൾ മാം പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെ അധിനിവേശം അടക്കം പല രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം അവിടെ വയനാടിൻ്റെ സംസ്കാരത്തിലേക്ക് ഒരു ഇടിച്ചുകയറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോഴും നമ്മളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാനൊന്നും ഇപ്പോഴും സാധിക്കാത്ത ഒരുപാട് പരിമിതികളുള്ള കുട്ടികൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത്തരം ഒരു കൃതിയായിട്ടാണ് മാം വരുന്നത്. അതായത് അവനവനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ജീവിച്ച് വളർന്ന ജീവിത പരിസരങ്ങളിലെ കുട്ടികളും വലിയ മനുഷ്യരടക്കം അതിൽ വരുന്നുണ്ട്. റിയാലിറ്റിയാണ് എഴുതുന്നത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റിനോ അല്ലെങ്കിൽ വലിയൊരു ചർച്ചകൾക്ക് പോകുന്നു, വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമാവും എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും എഴുത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അതിര. ശരിക്കും ഇത് സത്യത്തിൽ ഇത് എഴുതുമ്പം എനിക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതായത് ഒരു വേട്ടക്കാരൻ നിന്ന് ഇരയുടെ കഥ പറയുന്ന പോലെയാണ് അപ്പോൾ ആ നോവലിൽ വരുന്നത്. അതായത് നമ്മളാൽ ഭൂമി ഇല്ലാതാക്കപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഭൂമി അവരുടെ നാടെന്ന് പറഞ്ഞ കാടാണ്. ആ മനുഷ്യർ ഇപ്പോഴും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് എഴുതാൻ നമ്മൾക്ക് സത്യത്തിൽ അവകാശമില്ല എന്ന് പറയാം. കാരണം നമ്മുടെ പോയ തലമുറകൾ ആണ് അവരുടെ മണ്ണിൽ, അവർ വിഹരിച്ചിരുന്ന മണ്ണിലിപ്പം കുടിയേറിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ അപ്പോൾ വേറൊരു കാര്യമില്ല, നമ്മളവിടെ വന്നില്ലെങ്കിലും ഈ മനുഷ്യരുടെ ജീവിതം ഇതിനേക്കാൾ ബെറ്റർ ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ കുടിയേറ്റക്കാരായ കർഷകരവിടെ എത്തുന്നതിന് മുമ്പും വയനാട്ടിലെ ആദിവാസികളെ അവിടുത്തെ വലിയ വലിയ ഭൂപ്രഭുക്കളുടെയും ജന്മകളുടെയും എല്ലാം അടിമകളായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് സഖാ വർഗീസൊക്കെ വല്ലി സമരമൊക്കെ നടത്തുന്നത്, ന്യായമായ കൂലി കിട്ടണം എന്നുള്ള ഇതായിട്ട്. ഈ വല്ലി എന്ന് പറയുന്ന പേര് തന്നെ ഈ ആദിമവാസികളുടെ അവരെ പണിക്കെടുക്കാനായിട്ട് ഉള്ള ഒരു കോൺട്രാക്ട് സിസ്റ്റത്തിൻ്റെ പേരാന്ന് തന്നെ പറയാം. ഒരു വർഷം ഒരു കുടുംബത്തെ, ഒരു ആദിവാസി കുടുംബത്തെ ജന്മി പണിക്കെടുക്കുകയാണ്. അപ്പം ആ കോൺട്രാക്റ്റ് ഇങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് ദിവസവും കൂലിയായിട്ട് കൊടുക്കുന്ന 1.5 സേർ നെല്ല്, അത് ഈ മുളനാഴിയിൽ അളന്നാണ് കൊടുക്കുന്നത്. അതിനാണ് ഈ വല്ലി എന്ന് പറയുക, അല്ലെങ്കിൽ വല്ലിപ്പണി എന്ന് പറയാം. ഇപ്പം ഈ ആദ്യം ഈ ഒരു വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലെ ഉത്സവമാണ് അവിടെ നമ്മുടെ ആദിമവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വയനാട്ടിലെ ഉത്സവം എന്ന് പറയുന്നത്. ആ ഉത്സവത്തിൻ്റെ 14 ദിവസങ്ങളാണ് അവർ ശരിക്കും സന്തോഷിക്കുന്ന ദിവസങ്ങൾ. പക്ഷേ ആ ഉത്സവത്തിൻ്റെ സമയത്ത് വെച്ചിട്ട് അവരുടെ സ്വാതന്ത്ര്യം, ഒരു വർഷത്തേക്കുള്ള അവരുടെ സ്വാതന്ത്ര്യം അവരൊരു ജന്മിക്ക് അടിയറ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്നും പിന്നെ കുടിയേറ്റക്കാർ വന്നപ്പം അവരുടെ കുടിയാന്മാരായിട്ട് ജോലി ചെയ്ത് അവർ ജീവിച്ചു പോകുന്നു. പക്ഷേ ആ മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, നമ്മൾ നാളെ എന്താവും അല്ലേ, നമ്മളിങ്ങനെ നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തകളുമില്ല. അവരുടെ ഇന്ന് കിട്ടുന്നത് കൊണ്ട് ഇന്ന് ഓണം പോലെ കഴിയുക, പിന്നെ അങ്ങനെയുള്ള ഒരു വളരെ
പ്രകൃതിയെ ഇപ്പം നമ്മൾ ചൂഷണം ചെയ്ത് നമ്മുടെ അത്യാർത്തി കൊണ്ട് അങ്ങനെ ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മനുഷ്യൻ്റെ അത്യാർത്തിക്ക് കൊണ്ടാണ് നമ്മൾ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ ആവശ്യമുള്ള വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ അത്യാർത്തി ഇല്ലാതെ ഇപ്പം അവർ എന്താ പറയുക, കാട്ടിൽ നിന്ന് തേനെടുക്കും, പുഴയിൽ നിന്ന് മീൻ പിടിക്കും, കാട്ടിലെ കിഴങ്ങുകളൊക്കെ എടുത്ത് ഭക്ഷിക്കും. പക്ഷേ അതൊന്നും ആ കാടിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പുഴയിലെ മീനിനെ അപ്പാടെ എന്താ പറയുക വിഷം നഞ്ച് കലക്കി കൊല്ലാനോ വേണ്ടി ഒന്നുമല്ല. നമ്മൾ വന്നപ്പോഴാണ് നമുക്ക് കൂടുതൽ വേണം, നാളേക്ക് സംഭരിച്ച് വെക്കണം, നമ്മുടെ പത്തായങ്ങൾ നിറയ്ക്കണം. അതിലൊരു ഉമ്മിണിത്താറ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. വല്ലിയിൽ അവരിങ്ങനെ വലിയ പത്തായമുള്ള വീടുകൾ കണ്ടിട്ട് അവർ ഭയങ്കര കളിയാക്കിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കാരണം അവരൊരു എന്താ പറയുക, അവരുടെ വീട് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയ ഒരു വീടാണ് അവർക്കുള്ളത്. അത് വയനാട്ടിലെ ഒരു 25% അല്ലെങ്കിൽ 40% ആളുകളുടെയും പുഴയോരങ്ങളിലൊക്കെ എന്താ പറയുക, വേറെ അവർക്ക് അഭയങ്ങളില്ലാണ്ട് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ ചുരൽമല ദുരന്തം ഉണ്ടായപ്പോൾ കണ്ടല്ലോ, വലിയ തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് കോർപ്പറേറ്റുകളും വലിയ വലിയ ജന്മികളും അല്ലെങ്കിൽ ഭൂവുടമകളും ഒക്കെയാണ്. പക്ഷേ അതിനുവേണ്ടി പണിയെടുക്കാൻ വരുന്നവർ അവർക്ക് ഭൂമിയില്ലാണ്ട് ഈ തടഞ്ഞു വയ്ക്കപ്പെട്ട നദിയുടെ ഓരങ്ങളിലൊക്കെ താമസിക്കും. നദി പ്രളയത്തിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ച് വരുമ്പം ആ തീരത്ത് താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ എല്ലാം നഷ്ടപ്പെടും. അവരെല്ലാം ആ പ്രതിസന്ധിക്ക് കാരണം. നമുക്കപ്പം ചുരൽമല ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പം വല്ലി എഴുതുമ്പം ഇനി ഈ ചുരൽമല പറയാൻ കാരണം ഈ വല്ലി അവസാനിച്ചിരിക്കുന്നത് 2018 ആ മഹാപ്രളയത്തിൻ്റെ കാലത്ത് അതിലെ ഉരുൾപൊട്ടലിൻ്റെ കഥയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചുരൽമല ദുരന്തം ഒക്കെ ഉണ്ടാകുമ്പോൾ പലരും കളിയാക്കി പറയാനായിട്ടുണ്ട്, കാട്ടിൻ്റെ ഉള്ളിലല്ലേ ഉരുൾപൊട്ടി, എന്നിട്ട് നമ്മൾ ഈ കാടിനെക്കുറിച്ച് കരയേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതൊക്കെ വളരെ വലിയ അബദ്ധധാരണകളാണ്. സയൻറ്റിഫിക്കായിട്ടുള്ള ഒരുപാട് റീസൺ ഉണ്ട് ഈ ഉരുൾപൊട്ടലിന് വേണ്ടി. ആ കുന്നിൻ്റെ ചെരുവ്, മണ്ണിൻ്റെ പ്രത്യേകത, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ വനനശീകരണം തീർച്ചയായിട്ടും, അതുപോലെ തന്നെ ഈ പുഴയുടെ തീരത്തുള്ള എന്താ പറയുക കെട്ടിട നിർമ്മാണവും ബാക്കി നിർമ്മാണ പദ്ധതികളും, അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ വ്യാപ്തി കൂടുന്നുണ്ട്. അപ്പം ഈ ദുരന്തങ്ങൾ പലതും വലിയ നമുക്ക് കാണാൻ സാധിക്കുന്നതൊന്നും ഫിക്ഷൻ അല്ല, ശരിക്കും സത്യത്തിൽ അവിടെ എൻ്റെ ചെറുപ്പം മുതൽ നമ്മൾ ഏറ്റവും ഈ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ചില സംഗതികളാണ്. അതിൽ എൻ്റെ ഒരു അമ്മാവൻ്റെ അമ്മച്ചിയുടെ ഒരു വീട് അവിടെ പാൽച്ചുരം ആ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ അമ്മച്ചിയുടെ കൂടെ ഈ പാൽച്ചുരത്ത് അമ്മച്ചിയുടെ വീട്ടിൽ പോകും. അപ്പോൾ ഒരു മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. മുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ വലിയ ഉണ്ടക്കല്ലുകളൊക്കെ നിൽക്കുന്ന മല. ഇപ്പോഴാ പാൽച്ചുരത്തുകൂടി ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാനുള്ള റോഡ് ഇപ്പം നല്ലതാണ്. പക്ഷെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ആ റോഡ് ചെറിയൊരു വണ്ടിക്ക് കടന്നു പോകാം, അല്ലാണ്ട് വലിയ വാഹനങ്ങളൊന്നും പോകുന്ന ഒരു വഴിയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ 42 എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ആ ചുരം നടന്നിറങ്ങി പോകുമായിരുന്നു. അപ്പോൾ ആ പാൽച്ചുരത്തിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഉരുളുപൊട്ടി ഇങ്ങനെ പല കുടുംബങ്ങളെയും കാണാതാവുന്നു. അതൊക്കെ എൻ്റെ മനസ്സിൽ കിടന്നിട്ട് അതിൽ നിന്നൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായി വന്ന ഒരു സംഗതിയാണ് ഈ വല്ലിയിൽ വന്നിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും. അതൊക്കെ വയനാട്ടിലെ ഫിക്ഷൻ അല്ല, ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രകൃതിയെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എനിക്കൊരു ഓർമ്മ വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 76-77 സമയം നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങണ നേരം. ആ നേരത്ത് അപ്പോഴാണല്ലോ നമ്മൾ അന്നത്തെ അതിന് മുമ്പുള്ള ഓർമ്മകളൊന്നും അധികം നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ആ നേരത്ത് കണ്ടിരുന്ന ഒരു കാട്, ആ കാട്ടിനുള്ളിൽ കൂടെ തോണി കയറി അപ്പുറത്ത് പോയിട്ടൊക്കെ സ്കൂളിൽ പോയിരുന്ന വഴി, അതെല്ലാം മാറിപ്പോയി. നമ്മൾക്ക് നമ്മുടെ തണുപ്പൊക്കെ മാറിപ്പോയി. ഇപ്പോഴത്തെ കോഴിക്കോടിൻ്റെ അത്രയും ചൂടില്ല, എന്നാലും വളരെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പച്ചപ്പോടെ നിൽക്കുന്ന നമ്മുടെ വളരെ എന്താ പറയുക പശ്ചിമഘട്ടത്തിലെ പ്രകൃതി ലോല പ്രദേശം, പരിസ്ഥിതി ലോല പ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ എന്നാണ് ശരിക്കും ആ ഏരിയയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതിൽ കുറുവാദ്വീപ് ഞങ്ങളുടെ വളരെ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലാണുള്ളത്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള പക്ഷികളും പലതരത്തിലുള്ള ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു ഏരിയ ഇപ്പം വളരെ ശുഷ്കിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ആ വേദനയും കൂടിയാണ് വല്ലിയിലെ പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമായിട്ട് വന്നത്. അത് യഥാർത്ഥത്തിൽ
മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രകൃതി സംരക്ഷണം, അല്ലാതെ അന്ധമായ ഒരു പ്രകൃതി സംരക്ഷണം അല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ വല്ലി എന്ന് പറയുന്ന നോവൽ ഞാൻ ആദ്യമായിട്ടൊരു നോവലും കൊണ്ട് വരുന്നല്ലേ. അപ്പം ആ നോവൽ ഇപ്പോൾ അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരി ഒരു വലിയ നോവലും കൊണ്ട് വന്നാൽ ആരും അത് ശ്രദ്ധിച്ചോളണമെന്നില്ല. അതുകൊണ്ടൊരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും അത് ആളുകളിലേക്ക് എത്തുന്നതും അത് വായിക്കപ്പെടുന്നതും. ആ സമയത്ത് ജയശ്രീ കളത്തിൽ എന്ന് പറയുന്ന UK-യിൽ താമസിക്കുന്ന മലയാളി, നല്ല വിവർത്തകയാണ്. അവർ ഈ പുസ്തകം ബൈ ചാൻസ് ഇങ്ങനെ DC ബുക്സിൽ നിന്ന് കാണുന്നു. അപ്പോൾ അവരത് വായിച്ച് മറിച്ച് നോക്കിയതും അവർക്കത് ഇഷ്ടമാവുന്നു. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് വേണ്ടി അത് തിരഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ, പക്ഷേ അത് ട്രാൻസ്ലേഷൻ നമ്മുടെ കേരളത്തിന് പുറത്ത് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് പലരും വല്ലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും പിന്നെ ഈ പുസ്തകം വായിക്കാനും തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ആ ജയശ്രീ കളത്തലിൻ്റെ വിവർത്തനം ശരിക്കും വല്ലിക്ക് ഒരുപാട് ആളുകളിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഭൂട്ടാനിൽ വരെ, ഹിമാലയത്തിലെ രാജ്യമായ ഭൂട്ടാനിൽ വരെ വല്ലി എന്നെ കൊണ്ടുപോയി എന്ന് പറയാം. അത് പിന്നെ പല JCB അവാർഡ് പോലെയുള്ള പല അവാർഡുകളുടെ ഷോർട്ട് ലിസ്റ്റിലും പെടുകയും ചില അവാർഡുകളിലേക്കൊക്കെ എത്തിച്ചത് ജയശ്രീ കളത്തലിൻ്റെ പരിഭാഷയാണ്. അങ്ങനെ വല്ലി ശരിക്കും എനിക്കൊരു എഴുത്തിലൊരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോടാണ്. അവരുടെ ജീവിതമാണ് അത്, അതൊരു കഥയോ അല്ലെങ്കിൽ ഒന്നുമല്ല. കയ്യിൽ ആയുധമേന്തിയ യേശുക്രിസ്തുവിനെ വരയ്ക്കുന്ന ഒരു പള്ളിയിലച്ചൻ ഒരുപാട് ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴി വെക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പേപ്പറിൽ എഴുതി വെക്കുന്നത്. പേടിയുണ്ടായിരുന്നു അത് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് എഴുതിയതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതാ അത്രയ്ക്കും ഇപ്പം പള്ളിയിലച്ചൻ കയ്യിൽ ആയുധമേന്തിയ, നമുക്ക് നമ്മുടെ NS മാധവൻ സാറിൻ്റെ കഥയുണ്ടല്ലോ, ഗീവർഗീസ് അച്ഛൻ, കഥയുടെ പേരെന്തായിരുന്നു, ഗോളിയുടെ കഥ എന്ന് പറഞ്ഞ പോലെ അനീതികൾക്കെതിരെ എന്താ പറയുക, അക്രമത്തിൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ പോകുന്ന പള്ളിയിലച്ചന്മാരൊക്കെ ഇതിനു മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ. പക്ഷേ ഇത് എൻ്റെ മനസ്സിലുള്ള ഒരു പള്ളിയിലച്ചനായിരുന്നു. ഇങ്ങനെ അത് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ കുർബാന അർപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, ശരിക്കും നമ്മുടെ ഒരു ക്രിസ്തു സങ്കല്പം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെ പള്ളിയിൽ നിന്നും അടിച്ചു പുറത്താക്കുന്ന ഒരു ക്രിസ്തുവിനെ എന്നാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ദേവാലയത്തിൽ നിന്നും, പള്ളിയിൽ നിന്നല്ല, ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കുന്നത്. അപ്പം അത്രയ്ക്കും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടും ആണ് നമ്മൾ ബൈബിളിലെ ക്രിസ്തുവിനെ വായിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ പള്ളിയിലെ അച്ഛന്മാരും അല്ലെങ്കിൽ വൈദികരും എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു സങ്കല്പമാണ്. ആരും അങ്ങനെയൊന്നും ഇതുവരെ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെയാണ് പല അച്ഛന്മാരും ഇത് വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ നല്ല കമൻറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊന്ന് മനുഷ്യരുടെ മനസ്സിലെല്ലാം ആ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട്. പിന്നെ പക്ഷേ ചിലയിടത്തുനിന്ന് കേൾക്കുന്ന ചില നെഗറ്റീവ് വാർത്തകളാണ് നമ്മളെ ഈ സമൂഹം മുഴുവൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സിസ്റ്റർ റാണിറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ കണ്ടതാണല്ലോ. നമ്മൾ വല്ലാതെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമാണ് ഉണ്ടാവുന്നത്. അത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഭയിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് എഴുതിയത്. അപ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ വരാൻ സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ മാമിന് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു പരിധിവരെ കലയായിട്ട് കാണുന്നുണ്ട്. അതുമല്ല, KCBCയുടെ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഒരു അവാർഡ് പോലും അതിന് കിട്ടുകയുണ്ടായി വല്ലിക്ക്. അപ്പം തീർച്ചയായിട്ടും അവരതിനെ പോസിറ്റീവ് സ്പിരിറ്റിൽ തന്നെയാണ് വിമർശിക്കുന്ന ഇതിനെ അതേ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി തിരിച്ച് ഞാൻ ഇൻട്രോയിൽ പറയുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ നദിയോട് പേര് ചോദിക്കരുത്. ആ കഥാപാത്രം കടന്നു പോകുന്ന നാൾവഴികളും ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെയും വ്യക്തമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് എഴുത്തിലൂടെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുവരാൻ മാമിന് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ഡിസൈനിലേക്ക് വരുന്നത്? അത് ശരിക്കും ഞാൻ ആ നോവലിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കണ പോലെ ഞാൻ ഈ വല്ലി കഴിഞ്ഞിട്ട് അടുത്ത നോവൽ എന്താണിക്കണമെന്ന് വിചാരിച്ചപ്പം ഈ
നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നു, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നു, ചിലപ്പോൾ ഒരു സമൂഹത്തെ അപ്പാടെ അവരുടെ ഒരു അധ്വാനം കൊണ്ട്, അവരുടെ സാക്രിഫൈസ് കൊണ്ട് അവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. നമ്മളിപ്പം പ്രവാസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പത്തേമാരിയിൽ കയറിപ്പോയ ആണുങ്ങളുടെ കഥകളൊക്കെ നമ്മൾ പറയും അല്ലേ. അവരെല്ലാം കഷ്ടപ്പെട്ടതും അവരവിടെ ഫാമിലി എവിടെ ആക്കിയിട്ട് അവരവിടെ തനിച്ച് താമസിച്ച നീണ്ട വർഷങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറയും. പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നാട്ടിൽ വിട്ടിട്ട് ജോലിക്ക് പോകുന്ന എത്രയോ നഴ്സുമാരുണ്ട്. അതുപോലെ ഓരോ വീടുകളിൽ പണിയെടുക്കാൻ പോകുന്ന ഗദ്ദാമകളുണ്ട്. അതുപോലെ അധ്യാപകരും എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകളും പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം പലപ്പോഴും ആ പുറത്തേക്ക് പോയി കുടുംബത്തെ സംരക്ഷിക്കുന്ന സ്ത്രീകളുടെ ഒരു പ്രസൻസ് നമ്മുടെ സാഹിത്യത്തിലും സിനിമകളിലൊന്നും അധികം കാണാറില്ല. അപ്പം പല ഇതിലൊക്കെ ഗൾഫ് ഭാര്യമാർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഒരു 10-20 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിലുള്ള ഭാര്യമാരാണെങ്കിൽ അവർ ചുമ്മാ ഉറങ്ങിത്തീർക്കുന്നവർ, അല്ലെങ്കിൽ ഗൾഫുകാരുടെ നാട്ടിലുള്ള ഭാര്യമാരാണെങ്കിൽ അവർ എന്താ പറയുക, മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവർ ഒരു മോശം ജീവിതം നയിക്കുന്നവർ, അല്ലെങ്കിൽ മുഴുവൻ പണവും ദൂർത്തടിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്ന് വിചാരിച്ച് ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ആ സമയത്ത് എൻ്റെ ഓഫീസിലെ പലസ്തീനിയായ എൻ്റെ ഒരു സുഹൃത്ത്, അവളുടെ കഥ എന്നോട് പറയായിരുന്നു. അപ്പം അവളുടെ കണ്ണീരിൽ നിന്നാണ് ശരിക്കും ഞാൻ എഴുതിക്കൊണ്ടിരുന്ന നോവലിൻ്റെ ഭൂമിക പലസ്തീനിലേക്ക് കടന്നു പോകുന്നത്. അപ്പം ദുബായിലെത്തിയ നഴ്സിനെ ഞാൻ എൻ്റെ പലസ്തീനി സുഹൃത്തിൻ്റെ കഥ പറയാനായിട്ട് ഞാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഒരു കെയർ ഗിവറായിട്ട്, റൂത്ത് എന്ന കഥാപാത്രം നസ്രത്തിലെ ഒരു ജൂത കുടുംബത്തിൽ കെയർ ഗിവറായിട്ട് പോയി നിൽക്കുന്നതായിട്ടും, അപ്പോൾ ആ ജൂത കുടുംബത്തിലെ അഷേർ എന്ന് പറയുന്ന യുവാവിൻ്റെ കൂട്ടുകാരൻ, സഹൽ എന്ന് പറയുന്ന പലസ്തീനി കവി, അവൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ റൂത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് തിരിച്ചു വെച്ച് നമ്മൾ ഒരു പലസ്തീനിയുടെ ജീവിതം നമ്മുടെ കണ്ണിലൂടെ കാണുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ പറയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഈ പലസ്തീനി സാഹിത്യം ഒരുപാട് നമുക്ക് അവൈലബിളാണ്, നമ്മൾ പലപ്പോഴും വായിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഒരു മലയാളി സ്ത്രീക്ക് ഇപ്പോൾ പലസ്തീനിയുടെ കഥ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഞാനിത് എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ ചില സുഹൃത്തുക്കളോട് പങ്കുവെച്ചപ്പോൾ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും പലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ഒരു ബിംബം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രൂപകം മാത്രമാണ്. ഇപ്പം നമ്മൾ യുദ്ധങ്ങൾ നടക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കൂടാരങ്ങളിൽ താമസിക്കുന്ന പലായനം ചെയ്യുന്ന മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം അവിടെയെല്ലാം ഒരു പലസ്തീനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, പൗരത്വ പട്ടികയൊക്കെ ചിലർ വളരെ ഭീതിയോടെ നോക്കുന്നു. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെല്ലാം നോക്കുന്ന സമയത്ത് എവിടെയും നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഈ ലോകത്തിൽ എവിടെയും ഉണ്ടാകാം. അത് നാളെ നമ്മുടെ നാട്ടിൽ വന്നാലും നമുക്ക് അതിൽ അതിശയിക്കാനില്ല. അപ്പം പലസ്തീൻ ഇപ്പോൾ ഈ പ്രസൻ്റായിട്ട് നമ്മുടെ മുമ്പിൽ നേരെ ഉണ്ടായിരുന്ന പ്രശ്നം പലസ്തീൻ്റെ പ്രശ്നമാണ്. ഒരു നൂറ്റാണ്ടായിട്ട് ഒരു ജനത സ്വന്തം മണ്ണിൽ നിന്ന് ഇഞ്ചിഞ്ചായി പുറത്താക്കിപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മുനയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, മുനയുടെ കഥ എഴുതണമെങ്കിൽ എനിക്ക് ഈ പലസ്തീൻ ഇസ്രായേൽ പൊളിറ്റിക്സ് നമ്മൾ അവിടെ ഇവിടെയും വായിച്ചിട്ടൊന്നല്ലാതെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊരു പഠനമൊന്നും നടത്തിയിട്ടില്ല. ഞാനൊരു 6 മാസം ഇത് പഠിക്കാനായിട്ട് തന്നെ എടുത്തു. അതുമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു. പിന്നെ കുറേ സിനിമകളുണ്ട്, പലസ്തീൻ മൂവികൾ കണ്ടു. പിന്നെ എനിക്ക് മുരീദ് വർഗൂദി എന്ന് പറയുന്ന പലസ്തീനി കവിയുണ്ട്, അവരുടെ ഐസോ റാമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അനിത തമ്പി റാമല്ല ഞാൻ കണ്ടു എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതടക്കമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ പലസ്തീൻ ജനതയുടെ ജീവിതവും അവർ പുറത്താക്കപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ യഥാർത്ഥത്തിലുള്ള ഫീലിംഗ് എന്താണ്. നമ്മളിപ്പോൾ വേറൊരാളുടെ ജീവിതം ജീവിക്കാതെ അവരുടെ ദുഃഖം നമുക്ക് പകർത്താൻ പറ്റില്ല. അവരുടെ ഇപ്പം എൻ്റെ കൂട്ടുകാരിയുടെ കണ്ണിൽ നിന്നും വന്ന ആ കണ്ണുനീരിൽ നിന്ന് ഞാനൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി ഇതുപോലെ കുറേ 5-6 മാസം പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് അങ്ങോട്ട് ജെറുസലേമിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങോട്ട് പോകാൻ. ആ സമയത്ത് ഞങ്ങൾ ദോഹയിലായിരുന്നു, ഖത്തറിലായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്കറിയാം, ഇപ്പം ഒരു സ്ഥലത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള എല്ലാ സോഴ്സസും നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ട്രാവൽ ബ്ലോഗുകളുണ്ട്. നമ്മളിപ്പം ഇപ്പോൾ ആതിര പറഞ്ഞ വായിച്ച ആ ഭാഗം
നമ്മൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പീഡനങ്ങളിൽ കൂടിയാണ് ആ ജനം കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തെ പത്രവാർത്തകൾ മാത്രം എടുത്താൽ, ഇപ്പോൾ ഇന്നലത്തെ പത്രം ഞാൻ വായിച്ചു. ഗാസയിൽ കൂടാരത്തിൽ കഴിഞ്ഞ ഒരു 2 വയസ്സുകാരി പെൺകുട്ടി തണുത്തു മരിച്ചുപോയി. അവിടെ 10 ഡിഗ്രിയിൽ താഴെയായിരുന്നു ടെമ്പറേച്ചർ. ആ കുട്ടിക്ക് കവർ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല, അവൾ മരിച്ചുപോയി. പിന്നെ വേറെ അടുത്ത വാർത്ത, തൊട്ട് 3 വാർത്തയാണ് ഇന്നലെ. ഇസ്രായേൽ ഭരണകൂടം, ഇസ്രായേൽ ജനത എന്ന് പറയാൻ പാടില്ല, കാരണം ഇസ്രായേൽ ജനത പകുതിയിലധികവും ഭരണകൂടത്തിനെതിരെ തന്നെയാണ്, പലസ്തീനികളോട് കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയാണ് അവർ നിലകൊള്ളുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മതപ്രശ്നമായിട്ട് അതിനെ ചുരുക്കി കാണുക. ഒരു പലസ്തീൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, തീവ്രവാദത്തിൻ്റെ പര്യായമായിട്ട് കാണുന്ന ആളുകളെ പോലും നമുക്ക് കാണാം. ഇന്ന് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന സന്ദേശങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നും. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഒരു ചെറിയ സന്ദേശം കൊടുക്കുക, മാനവികതയുടെ ഒരു സന്ദേശം കൊടുക്കുക, അത്ര മാത്രമായിരുന്നു ആ കഥ, ആ നോവൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ. നിങ്ങൾ വിചാരിക്കുന്നതല്ല പലസ്തീൻ, നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം. അതിപ്പോൾ ഈ ഒക്ടോബർ, ഈ പ്രശ്നം വരുന്നതിനൊക്കെ 2 വർഷം മുമ്പ് 2021 ഞാൻ നോവൽ എഴുതി തുടങ്ങുന്നത്. 2022 അത് പൂർത്തിയാക്കി. അപ്പോൾ അതിനുശേഷം 2003 ഒക്ടോബറിലായിരുന്നു നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള അധിനിവേശത്തിന് ആധാരമായ സംഭവം നടക്കുകയും, വളരെ ക്രൂരമായ അധിനിവേശത്തിൽ ഇത്രയും 10,000-60,000 മനുഷ്യർ മരിക്കുകയും 20 ലക്ഷത്തോളം ആളുകൾ വീടുകളില്ലാത്തവരായി മാറുകയൊക്കെ ചെയ്തത്. ഇപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് 1 നൂറ്റാണ്ട് കാലമായിട്ട് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന അവരുടെ കുടിയൊഴിപ്പിക്കലുകളുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇതെന്ന് നമ്മൾ ആ പലസ്തീൻ ഹിസ്റ്ററി ശരിക്കും വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് അറിയുള്ളൂ. എന്തുകൊണ്ട് അവരുടെ ചില കുട്ടികൾ കല്ലെടുത്തെറിയുന്നു, അവർ ഒരു കല്ലിന് പകരം 100 മിസൈലുകൾ അവരുടെ നേരെ വരുന്നു. പക്ഷെ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്ക് ആ രീതിയിലെങ്കിലും അവർക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ സൂസൻ നഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ജേർണലിസ്റ്റ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാവുകയും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് വരികയും ചെയ്താൽ നിങ്ങളൊരു തീവ്രവാദിയായി മാറും എന്നുറപ്പെന്ന്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് കുറേ തീവ്രവാദികൾ ജനിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ മനുഷ്യരുടെ ഇടയില്ലാണ്ടായി, എന്തുകൊണ്ട് ഇവരുടെ വീടുകൾ നശിപ്പിക്കപ്പെട്ടു, ഇവർ ഒരുപാട് കാലം ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇവർ കുടിയിറക്കപ്പെട്ടു, ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ലോകത്തിൽ ആരുമില്ല. അതാണ് സഹലിൻ്റെ ഒരു നോവലിൽ സഹലിൻ്റെ ഓരോ എഴുത്തുകളിലൂടെയും കവിതകളിലൂടെയും ഡയറിക്കുറിപ്പുകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ ഈ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന, മണ്ണിൽ ഇടമില്ലാത്ത ആളുകളുടെ ഒപ്പം നിൽക്കുക. എൻ്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചത് ഇതാണ്, അവളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പം, എനിക്ക് ജോലിയില്ലാണ്ട്, നിങ്ങൾക്കൊക്കെ ജോലി നഷ്ടമായാലും നിങ്ങൾക്ക് പോകാനൊരു നാടുണ്ട്, നിങ്ങളെ കാത്തിരിക്കാൻ അവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, എനിക്ക് പോകാൻ ഒരിടവുമില്ല, എന്നെ കാത്തിരിക്കാൻ അവിടെ ആരുമില്ല. അതൊരു കൂടാരത്തിൽ താമസിച്ച ബാല്യമാണ്. എല്ലാം അവളുടെ ഗ്രാമമൊക്കെ മിസൈലിനാൽ നഷ്ടപ്പെട്ട, അവളുടെ ബാബയും മാമയൊക്കെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് വളർന്നു വന്നവരാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യരും കൂടെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഈ ലോകമെന്നും, നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ അവരുടെ വലിയ സങ്കടങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ നദിയോട് പേര് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ആ നദി ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പേരുമില്ല, ഐഡൻറ്റിറ്റി ഇല്ല. അഭയാർത്ഥികൾ അങ്ങനെ തന്നെയാണല്ലോ, അവരൊഴുകുന്ന ദേശങ്ങളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ നദിയൊക്കെ അതിൽ നിന്ന് കാണുന്നവരുണ്ട്, പക്ഷേ രക്തത്തിൻ്റെ നദി കാണുന്നവരുണ്ട്, ജോർദാൻ നദിയെ അതിൽ കാണുന്നവരുണ്ട്. ഈ ജോർദാൻ നദി എന്ന് പറഞ്ഞാൽ ഈ പലസ്തീനികളുടെ ജീവിതത്തിൻ്റെ ജീവനാഡി എന്ന് പറയാം. ആ നദിയുടെ ഇക്കരെ ഒരു 50 മീറ്റർ നീളമുള്ള ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനാവാതെ 10-30 വർഷം ഈ നേരത്തെ പറഞ്ഞ മുരീദ് ബർഗോദി പുറത്തായിരുന്നു, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തായിരുന്നു. എന്നിട്ട് ആ 30 വർഷത്തിന് ശേഷം 1997, അതായത് 1967 6 ഡേ വാർ എന്ന് പറഞ്ഞൊരു അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടന്നിരുന്നു. ആ സമയത്ത് പുറത്തായതാണ്. അത് കഴിഞ്ഞിട്ട് 1997 സ്വന്തം മണ്ണിലേക്ക് മുരീദ് ബർഗോദി കാല് കുത്തുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ചേട്ടനൊക്കെ വിദേശത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു പോയിരുന്നു. അമ്മയും മാമയും ബാബേനെയൊക്കെ കാണാൻ വേണ്ടി അവർ ഈ ജോർദാനിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പിന്നെ പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പം അത്തരത്തിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതമൊക്കെ എത്ര സമ്പന്നമാണെന്നും എത്ര സുഭിക്ഷമാണെന്നും എത്ര സമാധാനം നിറഞ്ഞാണെന്നും മനസ്സിലാക്കുന്നത്.
നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്നത് ഒരു വലിയ വസ്തുതയാണ്. നമുക്ക് ആകെ ചെയ്യാൻ, നമ്മളിന്ന് നമ്മുടെ തെരുവുകളിൽ പാലസ്തീനും ഗാസയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കളിയാക്കുന്ന ഒരു പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവിടെയാണ് അതെ, ഇപ്പം ഇതാ പറഞ്ഞ നമ്മൾ പലസ്തീനിലെ കുട്ടികളുടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് ചൊല്ലുന്ന ഒരു പരിപാടി ഇപ്പം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു. ചിന്താരവി ഫൗണ്ടേഷൻ്റെ, പിന്നെ പുക്കാസ, അങ്ങനെ പല പല സംഘടനകളത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പൊതു ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു കളിയാക്കൽ, നിങ്ങളിവിടെ നിന്ന് ഗാസയിൽ മാത്രമല്ല കുട്ടികൾ മരിക്കുന്നത്, ഉക്രൈനിലെ യുദ്ധത്തിൽ കുട്ടികൾ മരിക്കുന്നുണ്ട്, നൈജീരിയയിൽ കുട്ടികൾ മരിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ കുട്ടികളുടെ പേരുകൾ മാത്രം പറയുന്നു? അവിടെ പോലും എന്തുകൊണ്ട് എന്ന് ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ്, കളിയാക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ലീലാവതി ടീച്ചർക്കെതിരെയൊക്കെ ഉണ്ടായ സൈബർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസവും വിവരമൊക്കെ വെക്കും തോറും മലയാളികളുടെ മനസ്സ് കൂടുതൽ ഇടുങ്ങി പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം എഴുത്തിലേക്ക് മടങ്ങി വന്ന ഒരു എഴുത്തുകാരിയാണ്. തൻ്റെ എഴുത്തിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടും ശരിയല്ലാത്തതും നമ്മുടെ അസന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന രീതിയിലുമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ മൊത്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷീല മാമിനെ പോലെ ഇനിയും പുതിയ എഴുത്തുകാരുണ്ടാവട്ടെ. ഷീല മാമിന് ഇനിയും നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു പ്രപഞ്ചത്തിനും ഈ സമൂഹത്തിനും നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ആതിര. നിങ്ങളുടെ മാഡിസം ഡിജിറ്റൽ ഫോറത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് വരട്ടെ. സോഷ്യൽ കോസും അതുപോലെ അവസരം കിട്ടാത്ത ആളുകളുടെയൊക്കെ ശബ്ദം കേൾപ്പിക്കാനുള്ളൊരു വേദിയായിട്ടിത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം.